നാങ്ങല്ലേ Good evening. Good evening. Good evening, sir. Good evening, sir. Good evening, sir. Good evening, sir. Okay, let's go. Good evening, sir. Good evening, sir. Okay. Sir. Hello, sir. Okay, start ചെയ്യാം. സാറേ ആ ഇന്നലത്തെ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ നമ്മളെ ഡൈജഷൻ എവിടെയാണ് തീരുന്നത് ബോഡിയിലെ? അത് എക്സ്ക്രീഷൻ കേട്ടോ. എക്സ്ക്രീഷനും ഇജക്ഷനും രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ കേട്ടോ. അതല്ല, ഡൈജഷൻ എവിടെ? ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാ? അതെ. ഡൈജഷൻ പൂർത്തിയാണ് എവിടെയാണ്? ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡൈജഷൻ എവിടെയാണ് പൂർത്തിയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇനി പറയാൻ പോകുന്നത് ഇൻഹാലേഷൻ ആൻഡ് എക്സാലേഷൻ. ഉച്ഛ്വാസവും നിശ്വാസവും. അപ്പൊ കഴിഞ്ഞ പാഠത്തിന്റെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. പാഠം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നോക്കുക. ഉച്ഛ്വാസവും നിശ്വാസവും, ഇൻഹാലേഷനും എക്സാലേഷനും. എന്താണ് ഉച്ഛ്വാസം എന്ന് പറഞ്ഞാല്? ഉച്ഛ്വാസം എന്ന് പറഞ്ഞാല് ശ്വാസകോശത്തിലേക്ക് വായു എടുക്കുന്ന പ്രവർത്തനം. ഇതിനാണ് ഉച്ഛ്വാസം എന്ന് പറയാം. ശ്വാസകോശത്തിലേക്ക് വായു എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ഇൻഹാലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ്. ഇൻഹാലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ്. ശ്വാസകോശത്തിലേക്ക് വായു വലിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻഹാലേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്സാലേഷൻ? നിശ്വാസം. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം അല്ലെ? Exhalation is the process of movement of air from lungs to outside. The process of movement of the air from lungs to outside. ശ്വാസകോശത്തിൽ നിന്നും വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനത്തിനാണ് നിശ്വാസം അഥവാ എക്സാലേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്ന വായു ഏതാണ്? ഓക്സിജൻ ആണ്. പുറത്തുവിടുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡും ആണ് അല്ലെ? അപ്പൊ ഉള്ളിലേക്ക് വലിക്കുന്നതിനെ ഇൻഹാലേഷൻ ഉച്ഛ്വാസം എന്നും പുറത്തേക്ക് വിടുന്നതിനെ എക്സാലേഷൻ നിശ്വാസം എന്നും പറയുന്നു. അതേ സമയത്ത് തന്നെ ഉച്ഛ്വാസ സമയത്ത്, അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോ നമ്മുടെ ഡയഫ്രം ഉണ്ട്. നമ്മുടെ ഡയഫ്രത്തിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഡയഫ്രം ചുരുങ്ങാണ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോ നമ്മുടെ ഡയഫ്രം ചുരുങ്ങുകയും
വളവ് അല്പം ഡയഫ്രത്തിന്റെ വളവ് അല്പം നിവരുകയും ചെയ്യുന്നു. ചിത്രം നോക്കി മനസ്സിലാവും. ഈ താഴത്തുള്ള ചുവപ്പുകളെല്ലാം ഡയഫ്രം അല്ലെ. ഡയഫ്രം ചുരുങ്ങുകയും അവിടെ ഉണ്ടാവുന്ന വളവ് എന്താവുക, നിവരുകയും ചെയ്യുന്നു. ഡ്യൂറിങ് ഇൻഹാലേഷൻ ദ ഡയഫ്രം കോൺട്രാക്ട്, ഡയഫ്രം ചുരുങ്ങുന്നു. ആൻഡ് ഫ്ലാറ്റൻസ്, വളവ് നിവരുകയും ചെയ്യുന്നു. This increase the volume of the thoracic cavity. This increase the, അതിനാൽ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ഔരസാശയത്തിന്റെ വ്യാപ്തിന്റെ വലിപ്പം എന്താകുന്നു, വർദ്ധിക്കുന്നു. തൊറാസിക് കാവിറ്റിയുടെ വോളിയം വലിപ്പം എന്താകുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാര്യം പറഞ്ഞു കേട്ടോ. ദ അറ്റ്മോസ്ഫറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ് ആൻഡ് ദ ലങ്സ് എക്സ്പാൻഡ്. തൽഫലമായി അന്തരീക്ഷവായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുകയും ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ എന്ന വായു ഉള്ളിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇൻഹാലേഷനിലെ ഉച്ഛ്വാസ സമയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഡ്യൂറിങ് ഇൻഹാലേഷൻ ദ ഡയഫ്രം കോൺട്രാക്ട് ആൻഡ് ഫ്ലാറ്റൻ. ഡയഫ്രം ചുരുങ്ങുകയും വളവ് നിവരുകയും ചെയ്യുന്നു. രണ്ടാമത്തത്, ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ഇൻക്രീസ് ദ വോളിയം ഓഫ് ദ തൊറാസിക് കാവിറ്റി. മൂന്നാമത് സംഭവിക്കണം എന്താണ്? അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ് ആൻഡ് ലങ്സ് എക്സ്പാൻഡ്. അല്ലെ, തൽഫലമായി അന്തരീക്ഷത്തിലെ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുകയും ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ വായു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇനി വായു പുറത്തേക്ക് വിടുമ്പോൾ നിശ്വാസ സമയത്ത് അല്ലെ, എക്സാലേഷന്റെ സമയത്ത് എന്തെല്ലാമാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? ഒന്നാമത്തത്, ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. അല്ലെ, ഡ്യൂറിങ് എക്സാലേഷൻ ഡയഫ്രം റിലാക്സ്, അതായത് ഡയഫ്രം പഴയ രൂപത്തിലേക്ക് തന്നെ മാറുന്നു. രണ്ടാമത് സംഭവിക്കണം എന്താണ്? ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാവും. നമ്മുടെ ശ്വാസകോശം വായു ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ വലുതായിട്ടുണ്ടാവും അല്ലെ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോ ലങ്സ് റിട്ടേൺ ടു ദർ പ്രീവിയസ് പൊസിഷൻ. നമ്മുടെ ശ്വാസകോശം പഴയ അവസ്ഥയിലേക്ക് തന്നെ മാറുന്നു. മൂന്നാമത്തെ കാര്യം, ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു അല്ലെ. ദ എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് എക്സാലേഷനിൽ, നിശ്വാസത്തില് സംഭവിക്കുന്നത്. അപ്പോ ഇൻഹാലേഷൻ നടക്കുമ്പോഴും ഉച്ഛ്വാസം നടക്കുമ്പോഴും എക്സാലേഷൻ നടക്കുമ്പോഴും എന്താണ്, മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നുകൂടി പറയാം. ഇൻഹാലേഷനിലെ ഡയഫ്രം ചുരുങ്ങുകയും നിവരുകയും ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം ഇൻക്രീസ് ചെയ്യും, വലിപ്പം കൂടും. മൂന്നാമത്തത്, അന്തരീക്ഷത്തിലുള്ള വായു ഉള്ളിലേക്ക് പ്രവേശിക്കും, അങ്ങനെ ശ്വാസകോശം വലുതാവുകയും ചെയ്യും. ഇനി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നടക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡയഫ്രം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും, അതുപോലെ ലങ്സും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും, പിന്നെ വായു പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, ഇൻഹാലേഷൻ നടക്കുമ്പോഴുള്ള മൂന്ന് കാര്യങ്ങളും എക്സാലേഷൻ നടക്കുമ്പോഴുള്ള മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സലേഷന് നിശ്വാസല്ലേ? നിശ്വാസം. ഇൻഹാലേഷന് ഉച്ഛ്വാസം, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഓക്കെ. എക്സാലേഷന് നിശ്വാസം, ശ്വാസം പുറത്തേക്ക് വിടുക. ഓക്കെ. ശ്വസന പദം, റെസ്പിറേറ്ററി ട്രാക്ട്. എന്താണ് ശ്വസന പദം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നാസാദ്വാരത്തിലൂടെ, നാസാദ്വാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ ദ്വാരം അല്ലെ, അകത്ത് കടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായുവിന്റെ അറയിലെത്തുന്നു. വായുവിന്റെ ഈ സഞ്ചാരപാതക്കാണ് ശ്വസനപദം അഥവാ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. The air passage from nostrils to lungs is known as respiratory tract. മൂക്കിന്റെ ദ്വാരത്തിലൂടെ അകത്ത് കടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലേക്ക് എത്തുന്നു. ഈ സഞ്ചാരപാതക്കാണ്
ശ്വസനപഥം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ വഴിയിലൂടെ കടന്നു പോകണം നോക്കാണ്? നാസാദ്വാരം, അതായത് മൂക്കിന്റെ ദ്വാരം അല്ലെ? മൂക്കിന്റെ ദ്വാരത്തിലൂടെ ശ്വാസനാളത്തിലേക്ക്, ശ്വാസനാളത്തിൽ നിന്ന് ശ്വസനിയിലേക്ക്, ശ്വസനിയിൽ നിന്ന് ശ്വസനികയിലേക്ക്, ശ്വസനികയിൽ നിന്ന് വായു അറയിലേക്ക് അല്ലെ? നോസ്ട്രിൽസ്, പിന്നെ നോസ്ട്രിൽസിൽ നിന്ന് ട്രക്കിയ എന്ന് പറഞ്ഞാല് ശ്വാസനാളം, പിന്നെ ബ്രോൺഷിലേക്ക്, ബ്രോൺഷി എന്ന് പറഞ്ഞാല് ശ്വസനി, അവിടുന്ന് നേരെ ബ്രോങ്കിയോൾസ് എന്ന് പറഞ്ഞാല്, ബ്രോൺഷിയോൾസ് എന്ന് പറഞ്ഞാല് ശ്വസനിക, അവിടുന്ന് നേരെ ആൽവിയോൾസ് പറഞ്ഞാല് വായുവിന്റെ അറക്കാണ് പറയാ ആൽവിയോൾസ് എന്ന് പറയാം. ഓക്കെ, അതിന്റെ ഓരോ ഭാഗങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഇതിൽ കൊടുത്തിട്ട് നോക്കാം. നോസ്ട്രിൽസ്, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ട്രക്കിയ, അതായത് ശ്വാസനാളം, അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ബ്രോൺഷിയിൽ നിന്ന് നേരെ ബ്രോങ്കിയോൾ നേരെ ആൽവിയോളി. മനസ്സിലായോ? ഇങ്ങനെയാണ് റെസ്പിറേറ്ററി ട്രാക്ട് ഉള്ളത്. അപ്പൊ അഞ്ച് പേര് പഠിച്ചു. നോസ്ട്രിൽസ്, പിന്നെ അവിടെ നിന്ന് ട്രക്കിയ, പിന്നെ ഇങ്ങനെയാണ് വായു ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അല്ലെ? നമ്മുടെ മൂക്കിലൂടെ എടുത്ത് ട്രക്കിയയിലൂടെ, ബ്രോൺഷിയിലൂടെ, ബ്രോങ്കിയോൾസിലൂടെ ആൽവിയോളസിൽ എത്തുകയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്ത്? ശ്വാസനാളം. ട്രക്കിയ എന്ന ശ്വാസനാളം, അതായത് നമ്മുടെ ചിത്രത്തിൽ കണ്ടില്ലേ ട്രക്കിയ, ശ്വാസനാളം കേട്ടോ. പിന്നെ ഇത് ബ്രോൺഷി, ഇത് കാണുന്നത് ബ്രോൺഷിയാണ്, പിന്നെ ബ്രോങ്കിയോള്, പിന്നെ ആൽവിയോളി, അതായത് വായുവിന്റെ അറകള്. താഴെയുള്ളത് ഡയഫ്രം, ഇതിൽ ഉൾപ്പെടുന്നില്ല, അത് താഴുകയും പൊന്തുകയും ചെയ്യാം അല്ലെ? ഇതാണ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. The air passage from nostrils to lungs is known as respiratory tract. നാസാദ്വാരത്തിലൂടെ വായു അകത്ത് കടക്കുകയും ശ്വാസകോശങ്ങളിലൂടെ വായു അറയിലെത്തുകയും ചെയ്യുന്നു. ഇതിന്റെ സഞ്ചാരപാതക്ക് പറയുന്ന പേരാണ് ശ്വസനപഥം അഥവാ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. നോക്കാം. ഇനി ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും വിവിധ ഘടകങ്ങളുടെ അളവ് കാണിക്കുന്ന പട്ടികയാണ്. നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോ ഓക്സിജൻ മാത്രമാണ് ഉള്ളിലേക്ക് പോണത്, അല്ലെങ്കിൽ പുറത്ത് വിടുമ്പോ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ് പുറത്ത് പോണത് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ലെവൽസ് ഓഫ് വേരിയസ് കമ്പോണൻസ് ഇൻ ദ ഇൻഹാൽഡ് ആൻഡ് എക്സാൽഡ് എയർ. ഉച്ഛ്വാസവായു ശ്രദ്ധിച്ചിരിക്കുക. ആരാണ് പാട്ട് പാടുന്നാരാ? ഉച്ഛ്വാസവായു, അതായത് ഇൻഹാൽഡ് എയർ, ഉള്ളിലേക്ക് എടുക്കുന്ന വായു. ഓക്സിജൻ എത്ര പെർസെന്റേജ് നോക്കാണ്? 21% ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് 0.04% കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ നൈട്രജന് 78% നൈട്രജൻ ആണ് പോണത്. ബാക്കി 0.96 ജലബാഷ്പാണ് ഉള്ളിലേക്ക് പോകുന്നത് അല്ലെ? ഓക്സിജൻ 21%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, മോയിസ്ചർ 0.96%. ഇങ്ങനെ ഇത്രയും എയർ ആണ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി പുറത്ത് വിടുന്ന എയർ എന്താ? എക്സൈഡ് എയർ ഏതൊക്കെയാണ്? ക്ലിയർ ആവുന്നില്ല. ഓക്സിജന് 15% ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ് 4%, നൈട്രജൻ 78%, ജലബാഷ്പം 3%. നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷത്തില് ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. നൈട്രജൻ ആണ്. ഓക്കെ, നൈട്രജൻ ആണ്. അപ്പൊ ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്ത് വിടുമ്പോഴും ഏറ്റവും കൂടുതൽ പോണത് തന്നെയാണ് നൈട്രജൻ ആണ്. ഇനി ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ, പട്ടികയിൽ നിന്ന് മനസ്സിലാവുന്ന 3 കാര്യങ്ങൾ പറയാൻ പോവാണ്. ഒന്നാമത്തത്, ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ എക്സൈഡ് എയർ ഈസ് ലോവർ ദാൻ ഇൻഹാൽഡ് എയർ. നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് ഉച്ഛ്വാസവായുവിലേതിനേക്കാൾ കുറവാണ് അല്ലെ? ഓക്സിജന്
ഉള്ളിലേക്ക് എടുക്കുന്നതിനേക്കാൾ പുറത്ത് വിടുന്ന ഓക്സിജൻ അളവ് കുറവാണ്. ഉള്ളിലേക്ക് 21% ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ വെറും 15% മാത്രം ഓക്സിജൻ മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്, അല്ലെ? പറയോ? ആര് ചാറ്റ് ചെയ്യണ്? സാർ എല്ലാരുടെ അടുത്തും ഒന്ന് മ്യൂട്ട് ആക്കാൻ പറയോ? മ്യൂട്ട് യൂസ് ക്ലാസ് എത്തിക്കോട്ടോ. ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാവുന്ന 3 പോയിന്റ് ആണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ എക്സാൽഡ് എയർ ഈസ് ലോവർ ദാൻ ഇൻഹാൽഡ് എയർ. അതായത് നിശ്വാസവായുവിലെ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിലെ ഓക്സിജന്റെ അളവ് പുറത്തേക്ക് വിടുന്ന ഓക്സിജന്റെ അളവിനേക്കാൾ എന്താണ്? എങ്ങനെയാണ്? നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് ഉച്ഛ്വാസവായുവിനേക്കാൾ കുറവാണ്, അല്ലെ? ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജന്റെ അളവ് 21% ആണെങ്കിൽ പുറത്തേക്ക് വിടുന്ന ഓക്സിജന്റെ അളവ് എത്ര ഉള്ളൂ? 15% ഉള്ളൂ. പുറത്തേക്ക് വിടുന്ന ഓക്സിജന്റെ അളവ് ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജന്റെ അളവിനേക്കാൾ കുറവാണ്. സാറേ ചാറ്റ് എടുക്കാൻ പറയോ? രണ്ടാമത്തെ പോയിന്റ്, ഞാൻ ഈ ചാറ്റ് ചെയ്യണോ ഞാൻ കുറച്ച് പുറത്തേക്കിട്ടാനെ അപ്പൊ റിമൂവ് ചെയ്യും. ഞാൻ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നോ? നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ജലബാഷ്പത്തിന്റെയും അളവുകൾ ഉച്ഛ്വാസവായുവിനേക്കാൾ കൂടുതലാണ്, അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് 0.04% ആണ് ഉള്ളിലേക്ക് എടുക്കുന്നതെങ്കിൽ, അതുപോലെ ജലബാഷ്പം 0.96% ആണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. പക്ഷെ പുറത്തു വിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് 4ഉം ജലബാഷ്പം 3% ആണ്. പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ജലബാഷ്പത്തിന്റെയും അളവ് കൂടുതലാണ്. ഓക്കെ, പുറത്തു വിടുന്ന ഓക്സിജന്റെ അളവ് കുറവാണ്, പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ജലബാഷ്പത്തിന്റെ അളവ് കൂടുതലാണ്. പക്ഷെ നൈട്രജൻ ആണെങ്കിലോ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും എന്താണ്? തുല്യാണ്, അല്ലെ? 78% ആണ്, അല്ലെ? അപ്പോ ഈ 3 കാര്യങ്ങള് കൃത്യമായിട്ട് ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി പറയാം. ഓക്സിജന് ഉള്ളിലേക്ക് എടുക്കുന്നത് കൂടുതലും പുറത്തേക്ക് വിടുന്നത് കുറവുമാണ്. കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും ഉള്ളിലേക്ക് എടുക്കുന്നത് കുറവും പുറത്തേക്ക് വിടുന്നത് കൂടുതലുമാണ്. നൈട്രജന് രണ്ടും 78% ആണ്, തുല്യമാണ്. ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും എന്താണ്? തുല്യമാണ്. ഈ 3 കാര്യങ്ങളാണ് ഈ പട്ടികയിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. ഇനി ഫസ്റ്റ് എയ്ഡ് ഫോർ ചോക്കിംഗ് ഓൺ ഫുഡ്. ശ്വാസനാളത്തില് ഭക്ഷണം കുടുങ്ങിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ശ്വാസനാളത്തില് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി മരിച്ചു എന്നൊക്കെ കേട്ടില്ലേ? അപ്പൊ അത് ഇല്ലാതാവാനേ നമ്മുടെ ശ്വാസനാളത്തിൽ, അതായത് നമ്മള് ഭക്ഷണം കഴിക്കും. എങ്ങനെയാണ് നമ്മളെ ശ്വാസനാളത്തിൽ ഭക്ഷണം ഇറങ്ങുക? ശ്വാസനാളത്തിലേക്ക് എങ്ങനെ ഭക്ഷണം ഇറങ്ങുക? അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചോണ്ട് സംസാരിക്കരുത് പറയില്ലേ? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ സംസാരിക്കുമ്പോഴോ എന്തെങ്കിലും ഭക്ഷണം ഇറക്കുമ്പോൾ ശ്വാസം വിട്ടു കഴിഞ്ഞാല്, ശ്വാസം വിടാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ശ്വാസം വിടാൻ പാടില്ല, ഭക്ഷണം ഉള്ളിലേക്ക് ഇറക്കുമ്പോ. അപ്പൊ ശ്വാസം വിട്ടു കഴിഞ്ഞാൽ നമ്മളെ ശ്വാസനാളത്തിന്റെ ആ അടപ്പ്, അല്ലെ, അത് തുറയുമ്പോ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോവുകയും ചെയ്യും. ഭക്ഷണം കുടുങ്ങിക്കിടന്നാൽ വായുവിന് പോകാൻ ബുദ്ധിമുട്ടാകും, ശ്വാസം കിട്ടാതാവും, അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് ശ്വാസം കിട്ടാതെയാവും, മരണം വരെ സംഭവിക്കാം. അപ്പോ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമത്തത്, if the food is stuck in the trachea, that person should be asked to cough forcefully. If the force of cough, the food will be ejected. അല്ലെ? If the food is stuck in the trachea, ശ്വാസനാളത്തില് ഭക്ഷണം കുടുങ്ങിയാൽ that person should be asked to cough forcefully. ശക്തിയായി ചുമക്കാൻ ആവശ്യപ്പെടണം. ആ വ്യക്തിയോട് ശക്തമായി ചുമക്കാൻ ആവശ്യപ്പെടണം. ആ വ്യക്തിയോട് ശക്തിയായി ചുമക്കാൻ ചുമക്കുമ്പോ ചുമയുടെ ശക്തിയിൽ ആഹാരവസ്തു പുറന്തള്ളപ്പെടാം.
വിത്ത് ദ ഫോഴ്സ് ഓഫ് കഫ്, അല്ലെ, ചുമക്കുന്നതിന്റെ ശക്തിയിൽ ദ ഫുഡ് വിൽ ബി ഇജക്റ്റഡ്, ഭക്ഷണം എന്താവാം, പുറന്തള്ളപ്പെടാം. ഇതാണ് ഒന്നാമത് ചെയ്യാനുള്ള കാര്യം. എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ട് ക്ലാസ് പോവും. മ്യൂട്ട് ചെയ്യൂ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് മതിയോ? ഓക്കെ, രണ്ടാമത് ചെയ്യേണ്ട കാര്യം, എന്നിട്ട് ശരിയാവണില്ലെങ്കിൽ ക്ലിയറായി കേൾക്കണില്ല. റേഞ്ചിന്റെ അടുത്ത് നിൽക്ക്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ശ്വാസ തടസ്സം നേരിട്ട വ്യക്തിയെ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്പം കുനിച്ചു നിർത്തി പിറകിലായി നിന്നുകൊണ്ട് കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ടയാളുടെ വയറിൽ ശക്തിയായി അമർത്തുക. കുറെ വട്ടം ആവർത്തിക്കുക, അല്ലെ? ഈ ചിത്രത്തിൽ കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ബാക്കിൽ നിന്ന് പിടിച്ചിട്ട് വയറിൽ എന്ത് ചെയ്യുക, ശക്തിയായി അമർത്തുക. ശക്തിയായി അമർത്തുമ്പോ വായുവിന്റെ ഫോഴ്സ് ആയിട്ട് വായു പുറത്തേക്ക് വരികയും അങ്ങനെ ഭക്ഷണം പുറത്തേക്ക് വായുവിൽ കൂടെ പുറത്തേക്ക് വരികയും ചെയ്യും, അല്ലെ? അപ്പോ ഇങ്ങനെയും ചെയ്യാം, ഈ കാര്യം ചെയ്യാം. ഓക്കെ, ചുമക്കാനൊന്നും അയാൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഈ കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹോട്ടലുകളിലോ ഹോട്ടലിലോ എവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ആരെങ്കിലും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ ചുമക്കാൻ ആവശ്യപ്പെടുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നാമത് അയാൾ കഫ് കെയർഫുള്ളി, അല്ലെ, ഫോഴ്സ്ഫുള്ളി, ശക്തമായിട്ട് കുരക്കാൻ ആവശ്യപ്പെടുക. അയാൾക്ക് അത് കഴിയണില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെ? അതൊക്കെ പഠിച്ചു വെക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അയാളെ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് വയറിൽ എന്ത് ചെയ്യണം? ശക്തമായിട്ട് ഇങ്ങനെ കുറെ വട്ടം അമർത്തണം. ആ ഫോഴ്സ് കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഭക്ഷണം പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചെയ്യേണ്ട കാര്യം, ചെറിയ കുട്ടികളാണെങ്കിൽ സിമ്പിൾ ആണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ കമഴ്ത്തി പിടിക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ കമഴ്ത്തി പിടിച്ചിട്ട് തോളലുകൾക്കിടയിലായി ശക്തിയായി തട്ടുക. രണ്ട് തോളിന്റെ ഇടയിൽ പുറത്ത് എന്ത് ചെയ്യുക, ശക്തിയായി തട്ടുക. ഇനി അടുത്തൊക്കെ ഡോക്ടർമാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഇത്രയും കാര്യങ്ങളാണ് ഭക്ഷണം കുടുങ്ങിയാൽ ചെയ്യാൻ പറ്റുക. അപ്പോ ഭക്ഷണം കുടുങ്ങി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പഠിച്ചു. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ജീവിതത്തിലും ഇത് ഉൾപ്പെടുത്തണം. ഓക്കെ, ഇനി കുറച്ച് ജീവികളെ പേര് കൊടുത്തിട്ടുണ്ട്, അല്ലെ? അതിന് ഇംഗ്ലീഷ് ഒന്ന് പറയാം. As shown in the picture, keeping the person who has difficulty in breathing in slightly bent position, അല്ലെ? ഒന്ന് കുനിയാൻ പറയാ. With both hand press firmly on the affected person's stomach from behind. പിന്നിൽ നിന്നും വയറിൽ അമർത്തി പിടിക്കുക, വയറിൽ ശക്തമായിട്ട് അമർത്തുക. ഇഫ് നെസറി, ആവശ്യമെങ്കിൽ റിപ്പീറ്റ് ദ പ്രോസസ്, ഈ പ്രക്രിയ അങ്ങനെ കുറെ വട്ടം തുടരാം. അപ്പൊ അയാൾ ഭക്ഷണം പുറത്തേക്ക് വരും. ഇനി ഇഫ് അഫക്റ്റഡ് പേഴ്സൺ ഇസ് എ ബേബി, ഇതൊരു കുട്ടിക്കാണ് സംഭവിച്ചതെങ്കിൽ പ്ലേസ് ദ ബേബി ഫേസ് ഡൗൺ ഓൺ യുവർ ഫോർ ആം, ഒരു കയ്യിൽ എന്ത് ചെയ്യുക, കുട്ടിയെ കമഴ്ത്തി കിടത്തുക. എന്നിട്ടോ യുവർ with the palm of your other hand, give the child forceful blows between the shoulder blades. അതായത് രണ്ട് ഷോൾഡറിന്റെ അടിയിൽ എന്ത് ചെയ്യുക, അതിന്റെ പുറത്തടിക്കുക, പുറത്തന്നെ കൊട്ടുക. പ്രൊവൈഡ് മെഡിക്കൽ അറ്റൻഷൻ ഇഫ് നെസറി, ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക, മെഡിക്കൽ അറ്റൻഷൻ, വൈദ്യസഹായം തേടുക. നോക്കുക, ഡൈവേഴ്സിറ്റി ഇൻ റെസ്പിറേഷൻ, ശ്വസനത്തിലെ വൈവിധ്യം, അല്ലെ? ശ്വസനത്തില് ഏതെല്ലാം ജീവികളില് ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? കുറച്ച് ജീവികളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഒന്നാമത്തത് പാരമീസിയം. സെൽ മെംബ്രെയിനിലൂടെ പാർട്ട് ദാറ്റ് ഹെൽപ്പ് ഇൻ റെസ്പിറേഷൻ. സെൽ മെംബ്രെയിനിലൂടെയാണ് ശ്വസിക്കുന്നത്, കോശസ്തരത്തിലൂടെ. പാരമീസിയം എന്ന ജീവി കോശസ്തരത്തിലൂടെയാണ് ശ്വസിക്കുന്നത്. ഇനി മണ്ണിര, അതിന്റെ മോയിസ്റ്റ് സ്കിൻ, അല്ലെ? ഈർപ്പമുള്ള ത്വക്ക് പറഞ്ഞാല് തൊലി, അല്ലെ? ത്വക്ക് എന്ന് പറഞ്ഞാല് സ്കിന്ന്, തൊലി. അപ്പൊ ഈർപ്പമുള്ള, നനവുള്ള സ്കിന്നിലൂടെയാണ്
മണ്ണിര എർത്ത് വേം ശ്വസിക്കണത് പാരമീസിയം അല്ലേ? സെൽ മെമ്പറൈൻ. ഇനി ഫിഷ് ശ്വസിക്കണത് ഗിൽസിലൂടെയാണ്, അതിന്റെ ചെകിളയിലൂടെ അല്ലെ. ശകലങ്ങൾ എന്ന് പറയും, ചെകിളപ്പൂക്കൾ എന്ന് പറയും അല്ലെ. അപ്പൊ ഫിഷ്, തിമിംഗലം, ഡോൾഫിൻ എന്നല്ലാത്ത ഫിഷുകൾ ഇതിലെ ശ്വസിക്കുക ഈ ചെകിളപ്പൂക്കളിലൂടെയാണ്. നമുക്കറിയാം മത്സ്യങ്ങൾക്ക് ആ ചെകിളപ്പൂക്കൾ കണ്ടിട്ടില്ലേ, അതിലൂടെയാണ് എന്ത് ചെയ്യുക മത്സ്യങ്ങള്. അതിന് മലയാളത്തില് ശകലങ്ങൾ എന്നാ പറയാ കേട്ടോ, ഇംഗ്ലീഷിൽ അതിനെ ഗിൽസ് എന്ന് പറയും. അപ്പൊ തിമിംഗലം, ഡോൾഫിൻ ഒക്കെ എന്താണ് അത് ശ്വസിക്കണത് അതിന്റെ ലങ്സും അണ്ടർ വാട്ടറിൽ അതായത് അതിന് എന്തുണ്ടാവും, ഒരു ബ്ലോ ഹോൾ ഉണ്ടാവും അല്ലെ, ഒരു ഹോൾ ഉണ്ടാവും. അപ്പോ തിമിംഗലാണെങ്കിലും ഡോൾഫിൻ ആണെങ്കിലും ഇടയ്ക്ക് വെള്ളത്തിന്റെ മുകൾക്ക് വരും, ആ ഹോളിലൂടെ ശ്വാസം എടുക്കും, എന്നിട്ട് താഴേക്ക് പോകും. അപ്പോ എപ്പോഴും ഇതിന് ഇങ്ങനെ മുകൾക്ക് വരേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് സമയം എന്ത് ചെയ്യാൻ പറ്റും, ശ്വാസം എടുക്കാതെ നമ്മുടെ വെള്ളത്തിന്റെ അടിയിൽ ജീവിക്കാൻ കഴിയും. അപ്പോ ശ്വാസം ആവശ്യമായി വരുമ്പോൾ അവരെന്ത് ചെയ്യും, വെള്ളത്തിന്റെ മുകളിലേക്ക് വരികയും ശ്വാസം എടുത്തിട്ട് താഴേക്ക് പോവുകയും ചെയ്യും. ഇതാണ് തിമിംഗലം, ഡോൾഫിനൊക്കെ. ഡോൾഫിനും തിമിംഗലൊക്കെ ഇടയ്ക്ക് മുകൾക്ക് വരുന്ന കണ്ടിട്ടില്ലേ, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇനി നോക്കാം, ഫ്രോഗ്, തവള കരയിലായിരിക്കുമ്പോ ശ്വാസകോശത്തിലൂടെ സാധാ പോലെ ശ്വാസകോശത്തിലൂടെയാണ് ശ്വസിക്കുക. വെള്ളത്തിലായിരിക്കുമ്പോ അതിന്റെ നനവുള്ള സ്കിന്നിലൂടെയാണ് ഫ്രോഗ്, തവള ശ്വസിക്കുക. ലങ്സ് വൈൽ ഓൺ ലാൻഡ് അല്ലെ, കരയിലായിരിക്കുമ്പോ ശ്വാസകോശത്തിലൂടെയും പിന്നെ അണ്ടർ വാട്ടറിലായിരിക്കും, വെള്ളത്തിനടിയിലാവുമ്പോ മോയിസ്റ്റ് സ്കിന്നിലൂടെയുമാണ് ഫ്രോഗ് ശ്വസിക്കുന്നത്. ഇനി സ്പൈഡർ, ബുക്ക് ലങ്സ് അല്ലെ, ചിലന്തി എന്താണ് അതിന്റെ ബുക്ക് ലങ്സ് ഉണ്ട്, അതിലൂടെയാണ് ശ്വസിക്കുക. അതിന്റെ സ്കിന്നിന്റെ അടിയിലൂടെയുള്ള ശ്വാസകോശങ്ങളിലൂടെയാണ് അത് ശ്വസിക്കുന്നത്. ആരെ ചാറ്റ് ചെയ്യണം എന്റെ അടിയില്? ആരും ചാറ്റ് ചെയ്യുന്നില്ല. അപ്പൊ 1 2 3 4 5 5 ജീവികൾ മാത്രം നമ്മൾ ഈ പാഠത്ത് പഠിക്കണുള്ളൂ. 5 ജീവികളുടെ ശ്വസനാവയവങ്ങള്, ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗങ്ങള്, റെസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടുകൾ എന്ത് ചെയ്യാ പഠിച്ചു വെക്കുക. ഈ 5 ജീവികളുടെയും ശ്വസനത്തിന് സഹായിക്കുന്ന അവയവങ്ങള് പഠിച്ചു വെക്കുക. ഇനി മൃഗങ്ങളില് മാത്രമല്ല, മനുഷ്യനിൽ മാത്രമല്ല, സസ്യങ്ങളിലും എന്തുണ്ട്, ശ്വസനമുണ്ട് അല്ലെ. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. Plants also absorb oxygen from atmosphere. ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു അല്ലെ. പ്ലാന്റ്സ് ആൾസോ അബ്സോർബ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങളും ഓക്സിജന് വലിച്ചെടുക്കുകയും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇലകളിലും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതകം വിനിമയം നടത്തുന്നത്. അതായത് നമ്മുടെ സസ്യങ്ങളിലെ ഇലകളിൽ കാണപ്പെടുന്ന സ്റ്റൊമാറ്റ എന്ന ചെറിയ സുഷിരങ്ങളിലൂടെ, ഇലകളിൽ കാണുന്ന അല്ലെങ്കിൽ ഇളം തണ്ടിൽ കാണപ്പെടുന്ന സ്റ്റൊമാറ്റ എന്ന ചെറിയ ദ്വാരങ്ങളിലൂടെയാണ് ഇവര് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യണത്. ഓക്കെ, അപ്പോ ഇതിന്റെ ശ്വസനാവയം ഏതാണ്? സ്റ്റൊമാറ്റയാണ്. വായു ഉള്ളിലേക്ക് എടുക്കുന്നത് ഇതിലൂടെയാണ്, സ്റ്റൊമാറ്റയാണ്. സ്റ്റൊമാറ്റിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയും സ്റ്റൊമാറ്റിലൂടെ തന്നെ പുറത്തുവിടുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, ഇലകൾക്ക് എന്തുണ്ട്, സ്റ്റൊമാറ്റ എന്ന ചെറിയ സുഷിരങ്ങളുണ്ട്, സ്മാൾ ടിനി പോർസ് ഉണ്ട്. ഈ സുഷിരങ്ങളിലൂടെയാണ് വായു ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും. ഓക്കെ, നമ്മുടെ പാഠം കഴിഞ്ഞോ സാറേ? ഇതോടുകൂടി ഈ പാഠം അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരാന്ന് ഞാനിങ്ങനെ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം കഴിഞ്ഞ ഓള് ഫോട്ടോ മുട്ടരാറുണ്ട്. ഒരു മിനിറ്റ്, ആരാണ് മ്യൂട്ട് ചെയ്യാത്തത്? ഫോട്ടോ മുട്ടരാണ്.
അറിയില്ല. ഓള് ഹൈസ്കൂളിലാണ് അറിഞ്ഞീനു. തന്നെ ആ കുട്ടിക്ക് എനിക്ക് അറിയോ ചോദിച്ചാ. കഴിഞ്ഞോ? ആരാണ് മ്യൂട്ട് ചെയ്യാത്തത്? മ്യൂട്ട് ചെയ്യാത്തത് ആരാ? ക്ലാസ് മ്യൂട്ട് ചെയ്യാത്തത് ആരാ? അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിക്കാണ്. ഓൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിക്ക് ആവാനാ പൂതി. ആയിക്കോട്ടെ. ഇമ്മാക്കും ഇമ്മാക്ക് എന്താ അങ്ങനൊന്നും പറയില്ല. ഓളമ്മക്ക് സംസാരം കഴിഞ്ഞിട്ട് പറയട്ടോ. എന്താ ഇംഗ്ലീഷ് മീഡിയത്തിക്ക് ആയാലും കുഴപ്പമില്ല, മലയാളം മീഡിയത്തിക്ക് ആയാലും. സംസാരം കഴിഞ്ഞോ? സംസാരം കഴിഞ്ഞോ? സാറിന് വർത്തമാനം പറയണല്ലോ റിമൂവ് ചെയ്തോളൂ. അതെ സാർ. റിഷ ഫാത്തിമയാണ്. റിഷ ഫാത്തിമ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. സന്നാഹു. എന്താണ് ആർട്ടിഫിഷ്യൽ? സാറേ സോറി സാറേ, ഞാൻ കണ്ടില്ല. ഓക്കെ ശ്രദ്ധിക്കുക. ഇനി അപ്പോ ഈ പാഠത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ നോക്കട്ടോ. ഫസ്റ്റ് പഠിച്ചത് 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഹെർബിവോർസ്, കാർണിവോർസ്, ഒംനിവോർസ് അല്ലെ. ഈ മൂന്നും പരീക്ഷയ്ക്ക് വരുന്നതാണ്. അതായത് സസ്യങ്ങളെ മാത്രം ഭക്ഷിക്കുന്ന മൃഗങ്ങൾക്ക് പറയുന്ന പേരെന്ത് ചോദിക്കും. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ഹെർബിവോർസ്, അതായത് സസ്യാഹാരി. മൃഗങ്ങളെ മാത്രം ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത്? കാർണിവോർസ്, മാംസ്യാഹാരി. സസ്യങ്ങളെയും ജന്തുക്കളെയും ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത്? മിശ്രാഹാരി, മിശ്ര ബുക്കുകൾ അല്ലെ. സസ്യ ബുക്കുകൾ, മാംസ ബുക്കുകൾ, അതുപോലെ മിശ്ര ബുക്കുകൾ. ഈ 3 പഠിച്ചു വെക്കാം. ഇനി ന്യൂട്രീഷൻ എന്നാൽ എന്ത് അല്ലെ? അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റൈൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. സാറെ ചാറ്റ് നിർത്താൻ പറയോ? ചാറ്റ് ചെയ്യണത്. സാറേ ഓക്കെ, നിർത്തില്ലേ? യെസ് സർ. നോക്ക. പിന്നെ ന്യൂട്രീഷന്റെ 5 സ്റ്റെപ്പുകൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണെന്നും അതിന്റെ ക്രമമായിട്ട് അറിഞ്ഞിരിക്കണം. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം അല്ലെ. ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജക്ഷൻ. ഇജക്ഷന്റെ അവിടെ ഒന്നുകൂടി പഠിച്ചോക്കണം. ഇജക്ഷന് വേറെ പേരുണ്ട്, എന്താണ്? എക്സ്ക്രീഷൻ എന്നും പേരുണ്ട് കേട്ടോ. മലയാളം പറയാമോ? വിസർജനം അല്ലെ. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ ന്യൂട്രീഷന്റെ 5 ഘട്ടങ്ങള്, പോഷണത്തിന്റെ 5 ഘട്ടങ്ങള്, ഇത് ക്രമമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ആഹാര സ്വീകരണം, ആഹാരം സ്വീകരിക്കുമ്പോൾ ഭക്ഷണം വായിലെത്തുകയും വായിൽ വെച്ച് ഉമിനീരായി കലരുകയും ചെയ്യുന്നു. പല്ലുകൊണ്ട് ചവച്ചരക്കുന്നു. പിന്നെ ആഹാര സ്വീകരണത്തിന് സഹായിക്കുന്നതാണ് ചുണ്ടുകളും നാവ്, പല്ലുകളൊക്കെയാണ്. ചുണ്ടുകള് വായിൽ നിന്ന് ഭക്ഷണം അപ്പൊ ഇങ്ങനെ ഇത് പഠിച്ചു വെക്കുക. വായിൽ നിന്ന് ഭക്ഷണം പോകുന്നത് തടയുന്നത് ആരാണ്? ചുണ്ടുകളാണ്. പിന്നെ വിഴുങ്ങാൻ സഹായിക്കണ ആരാണ്? നാവാണ്. ഭക്ഷണം ചവച്ചരക്കാൻ സഹായിക്കണ ആരാണ്? പല്ലുകളാണ് അല്ലെ. പ്രിവെന്റ് ഫുഡ് ഗോയിങ് ഔട്ട് ദ മൗത്ത്, ലിപ്സ് ആണ്. ഹെൽപ്പിന് സ്വാളോയിങ്, വിഴുങ്ങാൻ സഹായിക്കുന്നത് ടങ് ആണ്.
ഹെൽപ്പ് ഇൻ മസ്റ്റിക്കേറ്റ് ഫുഡ് അല്ലെ, ചവച്ചരക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ടീത്ത്, പല്ലുകളാണ്. പിന്നെ ഇത് പഠിച്ചു വെക്കുക, വ്യത്യസ്തതരം പല്ലുകളും അവയുടെ എണ്ണവും അവയുടെ ഉപയോഗം പഠിച്ചു വെക്കുക. പുളിപ്പല്ല് എത്രണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. കോമ്പല്ല് 4 എണ്ണം ഉണ്ട് അല്ലെ. അതേപോലെ അഗ്രചർവണകം 8 എണ്ണം, ചർവണകം 12 എണ്ണം അല്ലെ. ഇൻസിസർ 8 എണ്ണം, ക്യാനിൻ 4 എണ്ണം, പ്രീമോളാർ 8 എണ്ണം, മോളാർ 12 എണ്ണം അല്ലെ. പിന്നെ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കും? ഉളിപ്പല്ല്, ഭക്ഷണ സാധനങ്ങൾ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ല് ഏത് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉളിപ്പല്ല്. ടു ബൈറ്റ് ആൻഡ് കട്ട് ഫുഡ് ഐറ്റം, ഇൻസിസർ അല്ലെ. പിന്നെ ഭക്ഷണ പദാർത്ഥത്തിന് കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ലാണ്. അതായത് ടു ടിയർ ആൻഡ് കട്ട് ഫുഡ്, ക്യാനിൻ ആണ്. പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ചവച്ചരക്കാൻ ഉപയോഗിക്കുന്ന 2 പല്ലുകളുണ്ട്. അഗ്രചർവണകം ഉണ്ട്, ചർവണകം ഉണ്ട്. പ്രീമോളാർ ഉണ്ട്, മോളാറും ഉണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കുക. പിന്നെ മിൽക്ക് ടീത്ത് എന്താണെന്നും അതുപോലെ മിൽക്ക് ടീത്ത് എന്താണെന്ന് പഠിച്ചു വെക്കുക അല്ലെ. ഇൻഫാൻസ് ടീത്ത് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് അറൌണ്ട് ദ ഏജ് ഓഫ് 6 months. ദീസ് ടീത്ത് ആർ നോൺ ആസ് മിൽക്ക് ടീത്ത് അല്ലെ. അതുപോലെ മിൽക്ക് ടീത്തിന്റെ എണ്ണം പഠിച്ചു വെക്കുക. മിൽക്ക് ടീത്ത് പറഞ്ഞാല് ചെറിയ കുട്ടികളിൽ 6 മാസം പ്രായമുള്ളപ്പോ പല്ല് വരില്ലേ. ഫസ്റ്റ് വരുന്ന പല്ലുകൾക്ക് പറയുന്ന പേരാണ് പാൽപ്പല്ലുകൾ അല്ലെ എന്ന് പറയണത്. പിന്നെ അത് 8 എണ്ണം ഉണ്ട് പഠിച്ചു വെക്കുക. താഴെ മുകളിലായിട്ട് 20 എണ്ണം ഉള്ളത്. താഴെ 10 എണ്ണം, മുകളിൽ 10 എണ്ണം. പിന്നെ അതിന് ശേഷം വരുന്ന പല്ലുകൾക്കാണ് എന്താ പറയാ? സ്ഥിരദന്തങ്ങൾ, പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത്. ഇത് പൊട്ടോ പൊടിയോ ചെയ്താൽ എന്താവും? പിന്നെ അവിടെ വേറെ വരൂല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിച്ചു വെക്കാനുള്ളത്. പിന്നെ മാംസബുക്കുകളുടെ പല്ലുകൾക്ക് പ്രത്യേകത ഉണ്ട്. അവയുടെ കോമ്പൽ എന്തായിരിക്കും? നീളമുള്ളതായിരിക്കും. ഷാർപ്പ് ഷാർപ്പ് കായനായിരിക്കും. പക്ഷെ സസ്യബുക്കുകൾ എന്തായിരിക്കും? സാധാ പോലെ അണപ്പല്ലുകളാണ് അല്ലെ. എന്താണ്? പ്രീമോളാറും മോളാർസും ആണ് ഉണ്ടാവുക. പ്രീമോളാറും മോളാർസും ആണ് ഉണ്ടാവുക. പിന്നെ പഠിച്ചാലുള്ളത് പല്ലുകളില് വരുന്ന അസുഖം ഏതാണ്? ടൂത്ത് ഡീക്കേ ആണ് അല്ലെ. ദന്തക്ഷയം, പല്ലുകളിൽ വരുന്ന അസുഖം. ഇവിടെ ബാക്ടീരിയ. പിന്നെ അതിൽ പഠിക്കാനുള്ളത്, ഇവിടെ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏത്? പല്ലുകളില് പല്ല് തേക്കാതിരുന്നാല്, ഭക്ഷണം കഴിച്ചിട്ട് പല്ല് കഴുകാതിരുന്നാല്, ഭക്ഷണം കഴിച്ചിട്ട് പല്ല് തേക്കാതിരുന്നാല് പല്ലുകൾക്ക് വരുന്ന അസുഖം ഏതാണ്? അതായത് ടൂത്ത് ഡീക്കേ അല്ലെ, ദന്തക്ഷയം. അപ്പൊ ഈ അസുഖം വരുമ്പോ ആഹാരശേഷം പല്ല് വൃത്തിയാക്കാതിരുന്നാൽ അവിടെ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് അല്ല, ലാക്റ്റിക് ആസിഡ് ആണ്. ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ഇന്നലെ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതിയില്ലേ? ലാക്റ്റിക് ആസിഡ് എഴുതിയിരുന്നോ? ഓക്കെ, ഇതല്ലേ അടുത്തത് സാറ് ഇന്നലത്തെ ആരാണ് ചാറ്റ് ചെയ്യണത്? എന്താണ്? സ്ക്രീന് കാണണില്ല സാറേ. സ്ക്രീൻ കാണില്ലേ? ചാറ്റ് ബാക്കിയുള്ള ബുദ്ധിമുട്ടുണ്ട്, ചാറ്റ് ചെയ്യണ്ട. ഇനി നോക്കുക, ടങ്, ഫങ്ഷൻസ് ഓഫ് ടങ് അല്ലെ. നാവിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അത് പഠിച്ചു വെക്കുക. 4 പോയിന്റ് പഠിച്ചു വെക്കുക അല്ലെ. വിഴുങ്ങാൻ സഹായിക്കുന്നു, ചവക്കാൻ സഹായിക്കുന്നു, ടേസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ഭക്ഷണം ഉമിനീരുമായി മിക്സ് ആവാൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് നാവ് ചെയ്യണത്. അപ്പൊ നാവിന്റെ ധർമ്മങ്ങളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. വിഴുങ്ങാൻ സഹായിക്കുന്നു, പല്ലുകൾ ചവച്ചരക്കാൻ സഹായിക്കുന്നു, നാവിലെ രുചിമുകുളങ്ങൾ രുചി അറിയാൻ സഹായിക്കുന്നു, ഉമിനീർ ഭക്ഷണവുമായി കലർത്താൻ നാവ് സഹായിക്കുന്നു. ഈ 4 പോയിന്റ് പഠിച്ചു വെക്കുക, നാവിന്റെ ഫങ്ഷൻസ്.
ധർമ്മങ്ങൾ 4 പോയിന്റ് പഠിച്ചു വെക്കുക. പിന്നെ അന്നനാളം എന്ന് പറയുന്നത് എന്താണ്? വാഴ എന്താണ്? ഈ ബൈറ്റും കട്ടും ഏതിന്റെ ഫംഗ്ഷനാണ്? ഏത് പല്ലിന്റെ ഫംഗ്ഷനാ? ബൈറ്റ് ആൻഡ് കട്ട് ഫുഡ് ഐറ്റംസ് ഇൻസിസറിന്റെ. പരീക്ഷയിലെ ആൻസർ കീയിൽ അത് കാനിൻസിന്റെ ആണല്ലോ കൊടുത്തത്. അത് നോക്കട്ടോ. ടിയർ ആൻഡ് കട്ട് ഫുഡ് ആണ് ക്യാനിൻ കേട്ടോ. സാറേ ഉം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിച്ചതിന് ശേഷം പല്ലുകൾ ആ വൃത്തിയില്ലെങ്കില് ആസിഡ് ഏതാണ്? സാറേ ഈ ആസിഡ് ഏതാണ്? ലാക്റ്റിക് അത് ആസിഡ് കേട്ടോ. അല്ലേ? ടൂത്ത് ഡേക്കേലുള്ളത് ആസിഡ് ചോദിച്ചല്ലേ? ആസിഡ് അല്ല ചോദിച്ചേ. ആസിഡ് അല്ല, ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ്. ഏത് ആസിഡ് ആണെന്നാ ചോദിച്ചേ? അത് ലാക്റ്റിക് ആസിഡ് ആണ്. അപ്പൊ പിന്നെ ഇന്നലെ ചോദ്യം ഉണ്ടായില്ലേ, ദി പ്രോസസ് ബൈ വിച്ച് the nutrients reach the blood in the part of the body. അതിന്റെ ഉത്തരം എന്തായിരുന്നു? എന്തേലും ചോദ്യം മനസ്സിലായില്ല. The process by which nutrients reach the blood through the body. നോക്കട്ടോ, ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. എന്താ ചോദ്യം മനസ്സിലായില്ല. എത്രാമത്തെ ക്വസ്റ്റ്യൻ അത്? 13. സയൻസിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ? ഒരു മിനിറ്റ്. സയൻസിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ? സയൻസിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ചെക്ക് ചെയ്ത് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ചെക്ക് ചെയ്യട്ടെ, ലാസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ നോക്കട്ടോ. അന്നനാളെന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കുകയാണ്. ഇങ്ങനെ വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു നീണ്ട കുഴലാണ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അന്നനാളം. ഈസോഫാഗസ് അല്ലെ. ലോങ് ട്യൂബ് ദാറ്റ് കണക്ട് ദ മൗത്ത് ടു ദ സ്റ്റൊമക് ഇസ് മെയ്ഡ് ഓഫ് മസിൽസ്. ഇനി പെരിസ്റ്റാൾസിസ് എന്നാൽ എന്താ പെരിസ്റ്റാൾസിസ് എന്നാൽ? അത് പഠിക്കാട്ടോ. The wave-like movement of the esophagus will help food to reach the stomach. This movement is called peristalsis. അന്നനാളത്തിന്റെ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് ഭക്ഷണം ആമാശയത്തിലെത്താൻ സഹായിക്കുന്നത്. ഈ ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അത് പഠിച്ചു വെക്കുക. പിന്നെ ആമാശയത്തിലെത്തുമ്പോ എന്തൊക്കെ സംഭവിക്കണത്? ആഹാരം ആമാശയത്തിലെത്തുമ്പോഴും ചെറുകുടലെത്തുമ്പോഴും എന്തൊക്കെ സംഭവിക്കണമെന്ന് പഠിച്ചു വെക്കുക അല്ലെ. ഭക്ഷണം കുഴമ്പ് രൂപത്തിലാവുന്നതും, അതുപോലെ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്. ആമാശയത്തിലൊരു ജ്യൂസ്, ഒരു ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്. ആമാശയം പുറത്തുവിടുന്ന ആസിഡ് ഏതാ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് അത് പഠിച്ചു വെക്കുക. പിന്നെ ചെറുകുടലിന് വരുമ്പോ ചെറുകുടലിന് നീളത്തിലാണ് 5-6 മീറ്റർ നീളം ഉണ്ടാവും. ദഹനം പൂർത്തിയാകുന്നു. അത് ഞാൻ പഠിച്ചു. രണ്ടാമത്തെ പോയിന്റ് അതാണ് അല്ലെ. ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ഹിയർ. ചെറുകുടലിൽ വെച്ച് ദഹനം പൂർത്തിയാകുന്നു. ചെറുകുടലിൽ വെച്ച് ദഹനം ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ഹിയർ. ഇനി മൂന്നാമത്തെ പോയിന്റ്, പോഷകങ്ങളുടെ ആഗിരണം ചെറുകുടലിൽ വെച്ച് നടക്കുന്നു അല്ലെ. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൾസോ ടേക്സ് പ്ലേസ് ഇൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ. പിന്നെ ആദ്യ ഭാഗത്ത് പക്വാശയം അല്ലെ, ഡുഓഡനം ഉണ്ട്. പിത്തരസവും പാൻക്രിയാറ്റിക് ജ്യൂസും ഭാഗികമായി ദഹിച്ച ഭക്ഷണമായി കലരുകയും ദഹന പ്രക്രിയ പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ചെറുകുടലിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ആമാശയത്തിൽ സ്റ്റൊമക്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു, സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ എന്തൊക്കെ സംഭവിക്കുന്നു കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ 3 കാര്യം നിർബന്ധമായിട്ടും അല്ലെ, അബ്സോർപ്ഷനും അസിമിലേഷനും വിജക്ഷനും നിർബന്ധമായും പഠിച്ചു വെക്കണം. ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ആഗിരണം എന്താണ്? ദഹിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് വില്ലസുകളിലൂടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. എന്താ വില്ലസ് പറഞ്ഞ? വില്ലി എന്താ? ചെറുകുടലിലെ ഭിത്തിൽ വിരൽ പോലുള്ള ഭാഗങ്ങൾക്കാണ് വില്ലി എന്ന് പറയാം. ഈ പ്രക്രിയയാണ് ആഗിരണം എന്ന് വിളിക്കുന്നത് അല്ലെ. രണ്ടാമത് സ്വാംശീകരണം എന്താണ്? രക്തത്തിലെത്തിയ പോഷകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറുന്ന പ്രക്രിയ. ഇതല്ലേ ചോദിച്ചത്? ക്വസ്റ്റ്യൻസ് ഇതല്ലേ ചോദിച്ചേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? The nutrients that reached the blood become part of the body.
ദിസ് പ്രോസസ് ഈസ് കാൾഡ് അസിമിലേഷൻ. എന്താണ്? സ്വാംശീകരണം. നേരത്തെ ചോദിച്ച കുട്ടിയോട് കേട്ടോ, മനസ്സിലായില്ലേ? ബേസിക് സയൻസിലെ ഇന്നലത്തെ ക്വസ്റ്റ്യനിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ, സ്വാംശീകരണം, അസിമിലേഷൻ. ഓക്കെ, കുട്ടി കേൾക്കുന്നുണ്ടോ? അബ്സോർപ്ഷനാ സാറേ ക്ലിയർ അല്ല. അബ്സോർപ്ഷൻ ആഗിരണം, അതായത് ഭക്ഷണത്തിൽ നിന്ന് എന്താ ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് എന്ത് ചെയ്യാ, വലിച്ചെടുക്കുക, അതാണ് ആഗിരണം. ജെറുകളിൽ വെച്ച് നടക്കണം അല്ലെ. സ്വാംശീകരണം എന്താണ്? രക്തത്തിലെത്തിയ പോഷകങ്ങൾ, രക്തത്തിലെത്തിയ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുക, ശരീരത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ, രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് രക്തത്തിലേക്ക് വലിച്ചെടുക്കുക, ദഹിച്ച ഭക്ഷണത്തിലെ പോഷകങ്ങൾ ന്യൂട്രിയൻസ് രക്തത്തിലേക്ക് വലിച്ചെടുക്കുക, അത് ആഗിരണം, അതായത് അബ്സോർപ്ഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ സ്വാംശീകരണം എന്ന് പറഞ്ഞാല് വലിച്ചെടുത്ത ന്യൂട്രിയൻസ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. രണ്ടും വ്യത്യാസമല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ പഠിച്ചത് വിസർജനം, ഇജഷൻ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ, രണ്ടും പറയാം കേട്ടോ. ഇജഷൻ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ. അപ്പോ ഈ സ്റ്റെപ്സ് പഠിച്ചു വെക്കുക. ആഹാരം സ്വീകരിക്കല്, ദഹനം, ആഗിരണം, സ്വാംശീകരണം, മലവിസർജനം അല്ലെ. ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജഷൻ. ഈ 4 സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കുക കേട്ടോ. The process of digestive waste removal from our body is called digestion. Digestion എന്താ? Digestion അല്ലെങ്കിൽ എക്സ്ക്രീഷൻ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ദഹന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ ഇജഷൻ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് പഠിച്ച എന്താണ്? റെസ്പിറേഷൻ ആണ്. എന്താണ്? അത് മ്യൂട്ട് ചെയ്യൂ. ഇൻജക്ഷൻ എന്ന് പറഞ്ഞാല് ന്യൂട്രീഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻജക്ഷൻ. ഇൻജക്ഷൻ എന്ന് പറഞ്ഞാല് ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയ, ആഹാരം സ്വീകരിക്കൽ. സെക്കൻഡ് സ്റ്റെപ്പ് ഡൈജഷൻ, ദഹനം നടക്കാണ്. പിന്നെ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ദഹനം നടന്ന ഭക്ഷണത്തിൽ നിന്ന് ന്യൂട്രിയൻസ്, പോഷകങ്ങൾ വലിച്ചെടുക്കുക, അബ്സോർപ്ഷന് രക്തത്തിലേക്ക് വലിച്ചെടുക്കുക. അസിമിലേഷൻ പറഞ്ഞാൽ രക്തത്തിലേക്ക് വലിച്ചെടുത്ത പോഷകങ്ങള് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക. പിന്നെ ഇജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവ് വേസ്റ്റ് ഫ്രം അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പുറത്തു പോവുക, ഇജക്ഷൻ. ഈ 5 സ്റ്റെപ്പുകൾ പഠിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പഠിച്ചത് റെസ്പിറേഷൻ ആണ്. എന്താ ശരീരത്തിലേക്ക് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്ന അത് ആഗിരണല്ലേ? അതായത് രണ്ട് പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്ന്, രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നത് ഏതാണ്? ആഗിരണമാണ്, അബ്സോർപ്ഷൻ ആണ്. രക്തത്തിൽ നിന്നും പോഷകങ്ങൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണെന്ത്? അസിമിലേഷൻ, സ്വാംശീകരണം. രണ്ട് വ്യത്യാസമില്ലേ? ഇന്നലെ ചോദിച്ച ചോദ്യം അസിമിലേഷൻ ആണ് ഉത്തരം അല്ലേ? പിന്നെ പഠിച്ചത് റെസ്പിറേഷനെ കുറിച്ചാണ്. ഞാൻ ഇന്നലെ എടുത്തവരെയാണ് ചോദ്യം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം റിസീവ് ഓക്സിജൻ ഫ്രം ദെയർ എൻവയോൺമെന്റ് ആൻഡ് എലിമിനേറ്റ് കാർബൺ ഡയോക്സൈഡ് ഈസ് കാൾഡ് റെസ്പിറേഷൻ അല്ലെ. ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണെന്ത്? റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അർത്ഥം എന്താണ്? എന്തിനർത്ഥം? ഇജഷൻ എന്ന് പറഞ്ഞാല് വിസർജനം കേട്ടോ. ഭക്ഷണം വേസ്റ്റ് പുറത്തേക്ക് പോവാ കേട്ടോ. ഓക്കെ. പിന്നെ ലാസ്റ്റ് പഠിച്ചത് ശ്വസനം മനുഷ്യനിൽ എങ്ങനെയൊക്കെയാണെന്നാണ് അല്ലെ. മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യണത്? എവിടെയാണ്? തൊറാസിക് ക്യാവിറ്റി അല്ലെ. തൊറാസിക് ഔരസാശയത്തിലാണ്
ശ്വാസകോശം നിലകൊള്ളും. അപ്പൊ ശ്വാസകോശം നിലകൊള്ളുന്നത് എവിടെ വെച്ചാണ് എന്ത് ചെയ്താ തൊറാസിക് ക്യാവിറ്റി, ഔരസാശയം. പിന്നെ ഔരസാശയത്തിന് താഴെയുള്ള ഭാഗം ഏതാണ്? അബ്ഡോമൻ, ഉദരാശയം. പിന്നെ ഈ ഉദരാശയത്തെയും ഔരസാശത്തെയും, അതായത് തൊറാസിക് ക്യാവിറ്റിയെയും അബ്ഡോമനെയും വേർതിരിക്കുന്ന ഭാഗമാണ് ഏത്? ഡയഫ്രം. ഡയഫ്രം എന്താണ്? വളഞ്ഞതും ഡോം ഷേപ്പാണ്, വളഞ്ഞ ആകൃതിയുള്ളതാണ്. പിന്നെ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യനിൽ വരിക ഇൻഹാലേഷനും എക്സ്ഹാലേഷൻ എന്താ പഠിച്ചു വെക്കുക? ഉച്ഛ്വാസവും നിശ്വാസവും അല്ലെ. വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം ഉച്ഛ്വാസം, ഇൻഹാലേഷൻ. വായു പുറത്തേക്ക് വിടുന്നത് എക്സ്ഹാലേഷൻ, നിശ്വാസം. ഉള്ളിലേക്ക് എടുക്കുന്നത് ഓക്സിജൻ ആണ്, പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ ഇൻഹാലേഷൻ സമയത്ത് സംഭവിക്കുന്ന 3 കാര്യങ്ങളും എക്സാലേഷൻ നിശ്വാസ സമയത്ത് നടക്കുന്ന 3 കാര്യങ്ങളും പഠിച്ചു വെക്കുക. പിന്നെ ട്രാക്ട് അല്ലെ, റെസ്പിറേറ്ററി ട്രാക്ട്, ശ്വാസം നമ്മൾ വലിച്ചെടുത്തിട്ട് അതിൽ കൂടെ പോണത് എങ്ങനെയാണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തണം എന്നുള്ളത് ഒരു വഴിയുണ്ട്. ആ വഴി പഠിച്ചു വെക്കുക. നാസാദ്വാരം വഴി ശ്വാസനാളത്തിലേക്ക്, ശ്വാസനാളത്തിൽ നിന്ന് ശ്വസനിയിലേക്ക്, ശ്വസനിയിൽ നിന്ന് ശ്വസനികയിലേക്ക്, ശ്വസനികയിൽ നിന്നും വായു അറയിലേക്ക് അല്ലെ. നോസ്ട്രിൽസിൽ നിന്നും ട്രക്കിയയിലേക്ക്, ട്രക്കിയയിൽ നിന്നും ബ്രോൺഷിയിലേക്ക്, ബ്രോൺഷിയിൽ നിന്നും ബ്രോൺഷിയോൾസിലേക്ക്, അവിടെ നേരെ അൽവിയോൾസിലേക്ക് എത്തുന്നു. ചിത്രം കണ്ടാല് കൃത്യമായിട്ട് അതിന്റെ വഴി മനസ്സിലാകും. പിന്നെ പഠിച്ചത് ഓരോ നമ്മൾ വായു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പുറത്തു വിടുമ്പോഴും ഏതൊക്കെ വാതകങ്ങൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, പുറത്തു വിടുന്നുണ്ട്. ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നത് 21% ആണ്, പുറത്തു വിടുന്നത് എന്താണ്? കുറവാണ്. പിന്നെ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും അല്ലെ, മോയിസ്ചർ എന്താണ്? ഉള്ളിലേക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് വിടുന്നുണ്ട്. നൈട്രജൻ എന്താണ്? ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒരേ അളവിലാണ്. പിന്നെ ഭക്ഷണം ശ്വാസനാളത്ത് കുടുങ്ങിയാൽ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്ന് ഫോഴ്സ്ഫുള്ളി കഫ് ചെയ്യാൻ പറയാ, കുരക്കാൻ പറയാ, ചുമക്കാൻ പറയാ. ഭക്ഷണം പുറത്തേക്ക് വരും. എന്നിട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിൽ അയാളെ വയറിൽ ശക്തമായി അമർത്തുകയും പിന്നിൽ നിന്നിട്ട് വയറിൽ ശക്തമായിട്ട് അമർത്തുക. കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക? കമിഴ്ത്തി കിടത്തിയിട്ട് അതിന് പുറത്ത് തട്ടിക്കൊടുക്കുക. പിന്നെ ലാസ്റ്റ് പഠിച്ച 2 കാര്യങ്ങൾ. ഒന്ന് കുറച്ച് ജീവികളുടെ പേര് കൊടുത്തിട്ട് അതിന്റെ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതൊക്കെയാണ്? അത് പാരമീസിയത്തിന്റെ കോശസ്തരാണ്, സെൽ മെമ്പറൈൻ ആണ്. എർത്ത് വേം, മണ്ണിര, പുയര എന്നൊക്കെ പറയില്ലേ, അതിന്റെ മോയിസ്റ്റ് സ്കിന്നാണ്. ഫിഷ് ഗിൽസിലൂടെ, പൂക്കളിലൂടെയാണ് ശ്വസിക്കുന്നത്. ഫ്രോഗ് ലങ്സിലൂടെ. കരയിലായിരിക്കുമ്പോ ശ്രദ്ധിക്കണേ, ഫ്രോഗ്സ് കരയിലായിരിക്കുമ്പോ ലങ്സ് ആണ്. ഫ്രോഗ് കരയിലായിരിക്കുമ്പോൾ ലങ്സിലൂടെയും വെള്ളത്തിലായിരിക്കുമ്പോൾ സ്കിന്നിലൂടെയാണ് ശ്വസിക്കുക. സ്പൈഡർ, ചിലന്തി എന്താണ്? ബുക്ക് ലങ്സിലൂടെയാണ് ശ്വസിക്കുക. പിന്നെ പ്ലാന്റ്സിൽ ഒന്നുണ്ട്, റെസ്പിറേഷൻ ഉണ്ട്. ശ്വാസം എടുക്കുന്ന പുറത്തേക്ക് വിടുന്ന പ്ലാന്റ്സ് എന്തിലൂടെയാണ്? സ്റ്റൊമാറ്റയിലൂടെയാണ്. സ്റ്റൊമാറ്റ എന്ന ടിനി പോർസ് ആണ്, ചെറിയ ദ്വാരം. ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങൾക്കാണ് എന്താ പറയാ? സ്റ്റൊമാറ്റ എന്ന് പറയാ. ടിനി പോർസിനാണ് എന്താ പറയാ? സ്റ്റൊമാറ്റ. ഇതിലൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫിഫ്ത്ത് സിക്സ്ത് എന്ത്? കേട്ടില്ല. ക്ലാസ് കഴിഞ്ഞ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. Thank you, sir. Thank you, sir. ഓക്കെ, Thank you, sir. ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാം. Thank you, sir. ഓക്കെ, ശരി കേട്ടോ. Thank you, sir. എങ്ങനെ?